അല്ല ഇതാരപ്പ? അപ്പനല്ല, അമ്മ. നിനക്ക് ആകെ തിരിച്ചറിയാവുന്ന നിന്റെ കെട്ടിയോളം മാത്രമാണല്ലോ. ആഹാ, ഇന്ന് നല്ല മൂഡിലാണല്ലോ. എപ്പ വന്നു അമ്മ മഹാറാണി? കാണുമ്പോ മാത്രമുള്ള ഒരു സ്നേഹം, കള്ള സ്നേഹമാ. അമ്മയോട് എനിക്ക് കള്ള സ്നേഹമോ? എടാ നീ പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു, നോ പ്രോബ്ലം. നിന്റെ കെട്ടിയൊക്കെ സ്ഥലം മാറ്റം കിട്ടിയ വിവരം നീ എന്നോട് പറയണ്ട. അവള് പണ്ടേ വലിയ മജിസ്ട്രേറ്റ് ആണല്ലോ. നീ കലവൂരിൽ നിന്ന് താമസം മാറ്റിയ വിവരം എന്നോട് പറയണ്ടടാ. അത്രയ്ക്ക് പോക്കില്ലാത്തവളാണ് നിന്റെ പെറ്റതള്ള. എന്റെ അമ്മ അതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആരെയും ഒന്നും അറിയിക്കാൻ പറ്റിയില്ല. എന്തോന്ന് പെട്ടെന്ന്? 4-5 കൊല്ലം താമസിച്ച് ഒരു വീട് ഒഴിഞ്ഞു പോകുന്നതാണോടാ നീ പറയുന്ന പെട്ടെന്ന്? ഞാൻ അറിയാതെ ഇടയ്ക്ക് അവിടെ വന്നിരുന്നെങ്കിലോ പട്ടിയെ പോലെ നാണം കെട്ട് തിരിച്ചു പോരണമായിരുന്നു അല്ലടാ. എടാ ഒരു ഫോൺ കോൾ മതിയായിരുന്നല്ലോടാ ഒന്ന് വിളിച്ചു പറയാൻ. എന്റെ അമ്മേ, സമസ്ത അപരാധങ്ങളും ഏൽക്കുന്നു. സോറി, തിരക്കിനിടയിൽ വിട്ടുപോയി. പെറ്റതള്ളയെ മറന്നുപോയി എന്ന് പറ, അതിലേടാ സത്യം. എന്റെ അമ്മ അന്നത്തെ സാഹചര്യം അതായിരുന്നു. ആരോടും പറഞ്ഞില്ല, അയൽക്കാരോട് പോലും. എടാ അവള് തള്ളയോട് പറഞ്ഞല്ലോ അല്ലേ? അവരവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അമ്മ ഇങ്ങനെ പിണങ്ങാതെ കേറുക. നീ ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഓ സമ്മതിച്ചു. വാ, ദേ തൊണ്ട ഉണങ്ങിയിരിക്ക, ഒരു ചായ വാങ്ങിച്ചു കുടിക്കണം. വാ. വിജയ, നീ അങ്ങോട്ടൊന്ന് വാ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. രത്നമ്മേ, നീയും കൂടെ വാ, എനിക്കിതിരി സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? വേറൊന്നുമല്ല, ജാനിക്കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും സീരിയസ് മാറ്റർ ആയിരിക്കും. അതെന്താ, അവളുടെ കാര്യം അത്ര നിസ്സാരമാണോ? ജാനി വിളിച്ചു വരുത്തിയതാണോ അമ്മേ? അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഉടനെ വിളിപ്പുറത്ത് ഓടിയെത്തുന്നവളല്ല വസുമതി. അല്ല, അവൾക്കിപ്പോ ഇവിടെ എന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലടി. അവളുടെ ഭാവിയുടെ കാര്യം എങ്ങനെയാ? ജാനിയെ ഇവിടെ തന്നെ നിൽക്കും. കല്യാണത്തിന് സമയമാവുമ്പോ കെട്ടിച്ചുവിടും. സരസമ്മയോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. എന്റെ വീട്ടിലാ അവള് 3-4 കൊല്ലം ജീവിച്ചേ. അവിടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ എനിക്ക് അവകാശം ഉണ്ടെന്നേ. കാരണമേ ഞാനാ അത്രയും കാലം അവക്ക് ചെലവിന് കൊടുത്തത്. ആണോടാ വിജയ? ഇതല്ലല്ലോ അമ്മ ഇവിടുത്തെ പ്രശ്നം. എന്നാ നീ പറ, ജാനിക്കുട്ടിയെ ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശം? അവളെ ഇനി പഠിക്കാൻ വിടുന്നുണ്ടോ? പഠിക്കാൻ വിടണ്ടോന്ന് ചോദിച്ചാ ചിലപ്പോ പഠിത്തം. എടാ ചുമ്മാ ഞാൻ വർത്താനം പറയാതെ ആണുങ്ങൾ വർത്താനം പറയുന്ന പോലെ പറയടാ. ആണുങ്ങളായ പറയുന്ന വാക്കിനൊരു തീർച്ചയായും തീരുമാനം വേണ്ടേ? അമ്മ, ഞങ്ങളത് എന്താ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. അവൾക്ക് എവിടെയെങ്കിലും ചേർന്ന് പഠിക്കാനുള്ള കാലാവധി കഴിയുമ്പോഴാണോടാ നിന്റെ ആലോചന തീരുന്നേ? അവൾ എല്ലാത്തിനും A+ വാങ്ങി പാസ്സായിട്ട് ആഴ്ച എത്രയായി? ഇതുവരെ നിന്റെ ആലോചന തീർന്നില്ലേ അവളെ പഠിപ്പിക്കണോ വേണ്ടായോന്ന്? വിജയേട്ടനോട് ചോദിക്കണ്ട, ഞാൻ പറയാം. എന്നാ നീ പറ. അവന്റെ നാട്ടിലൂര് നിന്റെ കാലിന്റെ കീഴെ പണയം വെച്ചിരിക്കുകയാണല്ലോ. അവളെ ഇനി ഞങ്ങൾ പഠിക്കാൻ വിടുന്നില്ല. തെണ്ടിത്തരം. എല്ലാത്തിനും A+ വാങ്ങി പാസ്സായി അവളെ പഠിക്കാൻ വിടാത്തത് ഭൂലോക തെണ്ടിത്തരം. എന്റെ മഹന്റെ വായി നാക്കൊണ്ട വല്ലതും പറയാൻ. ഡെപ്യൂട്ടി തഹസീൽദാറാണല്ലോ താലൂക്ക് ഓഫീസ് ചെല്ലുമ്പോ വീട്ടിൽ തൂപ്പുകാരന്റെ വില. അമ്മ എന്തിനാ വെറുതെ വേണ്ടാത്ത വർത്താനം പറയുന്നേ? നീ പറയേണ്ട വർത്താനം ഇവള് പറയുന്നത് കൊണ്ട്. ഇവളാണ് ഈ വീട്ടിൽ അവസാന വാക്ക്. 2 പ്രസവം കഴിഞ്ഞപ്പം ഇവളാണ് നീ പെണ്ണുമായി വെച്ച് മാറിയോ? ഇല്ലെങ്കിൽ നീ പറ വിജയ, ജാനിക്കുട്ടിയെ പഠിക്കാൻ വിടുന്നുണ്ടോ ഇല്ലയോ? തൽക്കാലം പഠിക്കാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കൊള്ള. രത്നമ്മയുടെ തെണ്ടിത്തരത്തിന് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഒപ്പ് സീലും. ഗോവിന്ദൻകുട്ടിയുടെ കയ്യിൽ നിന്ന് കൊച്ചിനെ മേടിക്കുമ്പം അവളെ +2 വരെ പഠിപ്പിച്ചേക്കാമെന്നാണല്ലോ നിങ്ങൾ തമ്മിലുള്ള കരാറ് അല്ലേ?
അതിനുശേഷമേ ഞങ്ങൾക്ക് 2 മക്കളുണ്ടായി. ഇനിയിപ്പൊ ഞങ്ങൾക്ക് അവരെ പഠിപ്പിക്കാനുള്ള ഉത്സാഹം മാത്രമേ ഉള്ളൂ. മനുഷ്യരല്ല അങ്ങനെയാ, അവരവരുടെ മക്കളാ വലുത്. ആയിക്കോ, ജാനക്കുട്ടിയെ 3 കൊല്ലം കൂടി പഠിപ്പിച്ച ഡെപ്യൂട്ടി തഹസീൽദാറുടെയും രക്തമ്മ ടീച്ചറിന്റെയും ഖജനാവ് ഒഴിഞ്ഞ് പാപ്പരായി പോവോ? അമ്മ വിചാരിക്കുന്ന പോലെയല്ല. നല്ല ചെലവുണ്ട് ഇപ്പോഴത്തെ കാലത്തെ വിദ്യാഭ്യാസത്തിന്. ആ ചെലവ് ഞാനങ്ങ് വഹിച്ചാലോ? അമ്മയ്ക്ക് അത്ര ദണ്ണമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അവളെ അങ്ങ് വിളിച്ചോണ്ട് പോയി വളർത്തിക്കോ. എന്നെ കൊണ്ട് വളർത്തിക്കാൻ വേണ്ടിയാണോടി നീ അവളെ ദത്തെടുത്തത്? ഞാനേ 4 മക്കളെ പെറ്റ് വളർത്തിയവളാ. നല്ല പോലെ വളർത്തിയത്, നല്ല നിലയിൽ എത്തിക്കുകയും ചെയ്തു. എന്റെ ജോലി തീർത്തിട്ടെ ഞാൻ സമാധാനമായിട്ട് ബന്ധുജന സന്ദർശനവും പുണ്യസ്ഥലങ്ങളിലോട്ടുള്ള യാത്രയും ക്ഷേത്ര ദർശനവും ഒക്കെ ആയിട്ട് കഴിയുക. നീ ഏറ്റെടുത്ത ജോലി എന്റെ തലയിലോട്ട് വെച്ച് തരാൻ നോക്കലേ രത്നമ്മേ. ശരി, നിങ്ങൾ പഠിക്കാൻ വിടില്ല. അവൾക്കൊരു കല്യാണാലോചന വന്നല്ലോ, ഏതൊരു നടേശന്റെ മകൻ. അത് നടത്തി കൊടുക്കാൻ പറ്റുമോ വിജയ നിനക്ക്? എടാ നീ എന്തിനാടാ ഞാൻ വല്ലതും ചോദിക്കുമ്പോ അവിടെ വയലോട്ട് നോക്കുന്നേ? അമ്മ തോക്കി കയറി വെടിവെക്കല്ലേ. ആ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളൊക്കെ വളരെ മോശമാണ്. ചെറുക്കൻ്റെ അച്ഛന് മാനസിക രോഗം. ചെറുക്കനൊരു പെണ്ണിനെ ചതച്ചിട്ട് ആ പെണ്ണ് സൂയിസൈഡ് ചെയ്തു. ചെറുക്കൻ്റെ പെങ്ങൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ കുറെ. ഇതൊക്കെ ആര് പറഞ്ഞടാ നിന്നോട്? രത്നമ്മ ആരെ കൊണ്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ്. അത് കരുനാഗപ്പള്ളി സരസമ്മയെ കൊണ്ടായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ എനിക്കതല്ലേ പണി, ഞാനിവിടെ കാമുകന്റെ വിവരങ്ങൾ അന്വേഷിക്കലേ. വസുമതി, എന്നെ ഇങ്ങനെ താറടിച്ച് പറയണ്ട. ഞാൻ പറഞ്ഞ അത് അച്ചട്ടായിരിക്കും, ഒരു സംശയവും വേണ്ട. ആട്ടെ വിജയ, നീ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചോ? ഇല്ല, അതൊക്കെ അന്വേഷിച്ചെടുക്കാൻ എവിടെയാ സമയം? നിന്റെ കെട്ടിയോള് പറഞ്ഞതല്ല, നീ അതേപടി വിഴുങ്ങിയല്ലേടാ കോന്തച്ചാരെ. നീ ഒരു വില്ലേജ് ഓഫീസറായിട്ടിരുന്ന ആളല്ലേടാ. നിനക്ക് ഏതെങ്കിലും വില്ലേജിൽ എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോടാ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാ പോരെ? കൃത്യമായിട്ട് നിനക്ക് ഉത്തരം കിട്ടില്ലേടാ. നീ അത് ചെയ്തോ? ഇല്ല. ഈ നിൽക്കുന്ന രത്നമ്മ, അതായത് നിന്റെ കെട്ടിയവള്, നുണപറച്ചലിന് നോബൽ സമ്മാനം മേടിച്ചവളാണെന്ന് നിനക്കറിയാവല്ലോ. നിന്റെ അടുത്ത് തന്നെ ജാനക്കുട്ടിയെ പറ്റി എന്തെല്ലാം കള്ളക്കഥകൾ പറഞ്ഞിരിക്കുന്നു. എത്ര നുണകള് ഈ തള്ളയുടെ മോളുടെ നീ പൊളിച്ചു കൊടുത്തിരിക്കുന്നു. അസൂയയും വഞ്ചനയും ഏഷണിയും ചതിയും മാറാപ്പ് കെട്ടിക്കൊണ്ട് നടക്കുന്ന ഈ തള്ളയെ മോളും കൂടി പറഞ്ഞ കള്ളക്കഥ മുഴുവൻ നീ അതേപടി വിശ്വസിച്ചെന്ന് പറഞ്ഞാ എനിക്കത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വിജയ. അത് പിന്നെ കള്ളക്കഥയാണെന്ന് അമ്മയുടെ ആര് പറഞ്ഞു? ഞാൻ പോയി അന്വേഷിച്ചടാ. നീ എന്താ വിചാരിച്ചേ? ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചു. എളമ്പള്ളി നടേശനെ അയാളുടെ കുടുംബത്തെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാ അയൽക്കാർക്ക്, നാട്ടുകാർക്കോ എല്ലാവർക്കും. അയാൾക്ക് മാനസിക രോഗവും ഇല്ല, ഒരു കുന്തവും ഇല്ല. അയാളുടെ മക്കളെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. സ്കൂളിലും നാട്ടിലും അയൽപ്പക്കത്തും വളരെ നല്ല കുട്ടികൾ. അതിപ്പോ രത്നമ്മ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വസുമതി പറഞ്ഞില്ലേ? അതുപോലെ ഇപ്പൊ വസുമതി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് രത്നമ്മയ്ക്കും പറയാലോ. മിണ്ടി പോരുത്.